ഉടുപ്പിയിൽ പോയിരുന്ന എൻ്റെ കൃഷ്ണൻ തിരിച്ചു വന്നിരിക്കുന്നു കേട്ടോ. ഉടുപ്പിയിലായിരുന്നു 7 ദിവസം ഉടുപ്പിയിലിരുന്നിട്ട് എൻ്റെ കൃഷ്ണൻ തിരിച്ചു വന്നു. എൻ്റെ കൃഷ്ണനൊരു ചൈതന്യം വന്നിട്ടുണ്ട്. അവർ പറയണ കൃഷ്ണൻ തിളങ്ങുണ്ടായിരുന്നു അവിടെ സപ്താഹം കേൾക്കുമ്പോൾ. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് കൃഷ്ണനെ കാണുമ്പോൾ തന്നെ. ഉടുപ്പിയിൽ നിന്ന് എൻ്റെ കൃഷ്ണൻ തിരിച്ചു വന്നിരിക്കുന്നു എൻ്റെ അടുത്തേക്ക് തന്നെ. സന്തോഷിക്കുക അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. ഈ വിഗ്രഹം എനിക്ക് കിട്ടിയത് പുണ്യമായിട്ട് ഞാൻ കാണുന്നു. കൃഷ്ണൻ്റെ ഈ വിഗ്രഹം എൻ്റെ കയ്യിലെത്തിച്ചത് അതെനിക്ക് നല്ലൊരു ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ എനിക്ക് തന്നതാണ്. അതുമാതിരി എനിക്കെന്നും അവരുടെ മനസ്സുമാരി തന്നെ എനിക്ക് നല്ലത് നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ലത് മാത്രം വരട്ടെ. എനിക്ക് മാത്രമല്ല, ലോകത്തെ എല്ലാവർക്കും നല്ലത് വരട്ടെ. ആരും കഷ്ടപ്പെടാതെയും ബുദ്ധിമുട്ടാതെയും വിഷമങ്ങൾ അനുഭവിക്കാതെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റട്ടെ. എല്ലാവരും തിളങ്ങട്ടെ, ഐശ്വര്യം നിറഞ്ഞ്. ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുന്ന എല്ലാവരും, എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ ജനങ്ങൾക്കും നല്ലത് വരട്ടെ. ഹരേ രാമ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഉടുപ്പിയിൽ നിന്ന് എൻ്റെ കൃഷ്ണൻ വന്നു. കൃഷ്ണൻ്റെ മുഖം തന്നെ കാണുമ്പോൾ എന്തോ ഒരു മനസ്സിലൊരു ഐശ്വര്യം തോന്നുന്നു, സന്തോഷം തോന്നുന്നു. എന്ന് വെച്ച് എൻ്റെ ഈ കൃഷ്ണനെ ഞാൻ ഒരിക്കലും മറക്കില്ല. ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ വന്ന എൻ്റെ കൃഷ്ണനാണത്. 25 വർഷമായി ഈ കൃഷ്ണൻ വന്നിട്ട്. ഈ കൃഷ്ണൻ വന്നിട്ട് 2 മാസമായി. എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് 2 മാസമായി. ഉടുപ്പിയിലായിരുന്നു. ഉടുപ്പിയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഞാൻ. അവിടെ കൊണ്ടുപോയി സപ്താഹം കേട്ടിട്ട് കൊണ്ടുവന്നു. എൻ്റെ ഫ്രണ്ട് കൊണ്ടുവന്നു. അവർ വീട്ടിൽ വെച്ച് എന്നെ വിളിച്ചു. കാലത്ത് തന്നെ ഞാൻ പോയി അത് കൊണ്ടുവന്നു. ഇതും ഈ കൃഷ്ണനെയും മറക്കാൻ പറ്റില്ല. ഇതും ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് എനിക്ക് ഉദ്ദേശിച്ച ചൈതന്യയുടെ ഇത് സപ്താഹം കേൾക്കാൻ പോയപ്പോൾ കൃഷ്ണൻ്റെ തന്നതാണ് എനിക്ക് ഈ കൃഷ്ണന്. 2 തന്നിരുന്നു. ഒന്നിൻ്റെ മോൾക്ക് ദുബായിക്ക് കൊടുത്തച്ചു. ഒരു കൃഷ്ണൻ. ഇതും ഭയങ്കര ഐശ്വര്യമുള്ളൊരു മുഖമാണ് കേട്ടോ. കൃഷ്ണൻ്റെ മുഖം കണ്ടാൽ തന്നെ. ഇന്നലെ ഞാൻ ആലപ്പുഴയ്ക്ക് പോയിട്ട് വരുമ്പോൾ ബസ്സിൽ ഒരു ചേച്ചി, ഒരു അങ്കിളും ഒരു ആൻറ്റി ഉണ്ടായിരുന്നു. അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഗുരുവായൂരിൽ പോകണ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നന്നായി, ഗുരുവായൂരൊന്ന് തൊഴാൻ പറ്റുന്നത് ഏറ്റവും വലിയ ഭാഗ്യമല്ലേന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഗുരുവായൂർ വരുമ്പോൾ ഞാൻ സന്തോഷത്തോടെ വന്ന്, ഇന്ന് ഞാൻ ഒരു ദിവസം നിന്ന് തിരിച്ചു പോകുമ്പോൾ വിഷമത്തോടെ പോകണം. അങ്ങനെയാണ് ഗുരുവായൂർ വന്ന് പോകുമ്പോൾ എപ്പോഴും. കൃഷ്ണനെ കാണാൻ വരുമ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കും. കൃഷ്ണനെ വിട്ട് തിരിച്ചു പോകുമ്പോൾ മനസ്സിലെന്താണെന്നറിയില്ല, വല്ലാത്തൊരു വിഷമമാണ് കുട്ടിയെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു, ശരിയാണ്, പോസിറ്റീവ് എനർജിയുള്ളൊരു ഗുരുവായൂർ അമ്പലം വൈകുണ്ഠമാണല്ലോ. അവിടെ എല്ലാം ഒരു പ്രത്യേക ഒരു കഴിവ് തന്നെ ഉണ്ട്. അത് നമുക്ക് ആർക്കും അറിയില്ല. അത്രമാത്രം ഒരു എന്തെന്നറിയില്ല. അവിടെ അത്രയും ഒരു വലിയൊരു അത്ഭുതം തന്നെ നടക്കുന്നത് എനിക്ക് തോന്നാറുണ്ട് പല പ്രാവശ്യം. ജനങ്ങൾ വന്ന് എത്ര ജനങ്ങളാണ് വരുന്നത്, എവിടുന്നാണ് വരുന്നത് ഒന്നും അറിയില്ല. അങ്ങനെ വരുന്നുണ്ട്. ഇത് ഞാൻ 2 ദിവസം മുന്നേ എൻ്റെ കൃഷ്ണനെ ഞാൻ ഒരു ഐസ്ക്രീം കൊടുത്ത് കഴിക്കാം. ഐസ്ക്രീം കഴിക്കാൻ കൊടുത്ത് കൃഷ്ണൻ കഴിച്ചാൽ മൂത്തടയാളം.